ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാക്കി രണ്ടാമത്തെ പാർട്ടാണ് ഗൈസ്. നമ്മൾ ഏതൊക്കെ ഡ്രസ്സാണ് എടുത്തത്, നമ്മളെ പെരുന്നാൾ ഡ്രസ്സൊക്കെ കാണിച്ചു തരാൻ വേണ്ടി വന്നേക്കാണ്. പിന്നെ സുഖമല്ലേ ഗൈസ്, സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട്, ജലദോഷം പിടിച്ചിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കുമ്പോൾ. ഇവിടെ ഒരാളുണ്ട് കേട്ടോ. എന്താന്ന് പറയണേ? ഓനെ ഞാൻ അവിടെ സൈഡിൽ കെടുത്തിയേക്കാണ്. അല്ലാണ്ട് എല്ലാരും കൂടി ഉണ്ടായിക്കോട്ടെ എനിക്ക് വീഡിയോ എടുക്കാൻ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കണ്ടേ. ഒരാൾ ഉറങ്ങുമ്പോ മറ്റാൾ എണീക്കും, മറ്റാൾ ഉറങ്ങുമ്പോ ഇയാൾ എണീക്കും. അപ്പൊ രണ്ടാളും ഒരുമിച്ച് ഉറങ്ങാറില്ല, അതുകൊണ്ട് ആരെങ്കിലും എടുത്ത് എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളിന്ന് എന്തൊക്കെ ഡ്രസ്സ് ആർക്കൊക്കെ എടുത്തു, എങ്ങനെയൊക്കെ എടുത്തു, പെരുന്നാൾ ഡ്രസ്സ് കാണിച്ചു തരാൻ വേണ്ടി വന്നേക്കാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. അപ്പൊ ഇതാണ് കൃഷ്ണ നമ്മളെ ഡ്രസ്. കാണുന്നുണ്ടോ? ഡ്രസ്സ് ഭയങ്കര റിവീലായി ഡ്രസ്സ്. ഓക്കെ, ഇതിലാണ് ഈ ചാക്കിലാണ് നമ്മുടെ ഡ്രസ്സ് ഉള്ളത്. അപ്പോൾ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വശത്തിന് തുടങ്ങുന്നത് ഉപ്പാന്റെ ഡ്രസ്സിൽ നിന്നാണ് കേട്ടോ. ഉപ്പാക്ക് ഒരു ഡബിൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് എടുത്തില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ കാണിക്കുകയാണേ. ഡബിൾ എടുത്തിട്ടുണ്ടായിരുന്നു, യെല്ലോ കര വരുന്നത്. അപ്പോൾ അതിന് പറ്റിയൊരു ഷർട്ടിന് പറ്റിയിട്ടുള്ള ഡബിൾ ആട്ടോ എടുത്തത്. അപ്പോൾ ഷർട്ടിൽ ആദ്യം കാണിക്കേണ്ടി. അപ്പോൾ ഇതാണ് ഉപ്പാന്റെ ഷർട്ട്. അപ്പൊ ഷർട്ട് ഇതാണ് ഒരു പുള്ളി കുത്ത് വരുന്നത്, ഒരു കണ്ണല്ലോ, ബ്രൗണും വൈറ്റും ബ്ലാക്കും കുത്ത് വരുന്ന ഷീലയാണ് എടുത്തിട്ടുള്ളത്. ഉപ്പാക്ക് എപ്പോഴും ഷീലാണ് എടുക്കല്, എന്നിട്ട് ഉപ്പ അടിക്കലാണ്. ഇപ്പൊ റെഡിമെയ്ഡ് ഷർട്ട് ഇടുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല, അങ്ങനെ ഇപ്പൊ ഇടലില്ല. പിന്നെ എപ്പോഴെങ്കിലും ചാച്ചുവിന്റെ ഷർട്ടൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ പറയാ, കുറച്ച് ഒഴിവാക്കി ഒരു പഴയതാകുമ്പോൾ ഓന് വീട്ടിൽ നിന്ന് ഇടാൻ, മീൻസ് പുറത്ത് പോകുമ്പോൾ ഇടാണ്ടാവുമ്പോൾ ഉപ്പ അത് വീട്ടിൽ നിന്ന് ഇടാറുണ്ട്. അങ്ങനെ കണ്ടിട്ടുള്ളൂ, അല്ലാണ്ട് പുതിയ ഷർട്ടൊന്നും ഉപ്പ അങ്ങനെ റെഡിമെയ്ഡ് എടുത്ത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ശീല തന്നെയാണ് എടുക്കല്, എന്നിട്ട് ഉപ്പ അടുപ്പിക്കില്ല കേട്ടോ. ഒരു കണക്കിന് റെഡിമെയ്ഡ് എടുക്കുന്നതാണ് നല്ലത്. ശീലൊക്കെ എടുത്ത് അടുപ്പിക്കുമ്പോഴത്തേക്ക് റെഡിമെയ്ഡിനേക്കാളും വലിയ പൈസയാണ്. അപ്പോൾ ഇത് രണ്ടാണ് ഉപ്പൻ്റെ പെരുന്നാൾ കോടി. ഇനി ഇൻഷാല്ലാ പെരുന്നാൾ വ്ളോഗിൽ കാണിക്കുന്നുണ്ട് കേട്ടോ, ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത് പിന്നെ വരുന്നത് എൻ്റെ ഡ്രസ്സ് ഞാൻ ലാസ്റ്റ് കാണിക്കുള്ളൂ. ഓക്കെ, ഇനി ഞാൻ മക്കളെ ഡ്രസ്സ് കാണിക്കട്ടോ. മക്കൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് കാണിക്കാം. ഇവിടെ ഒന്നില്ല, ടവൽ മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഫ്രീ കിട്ടിയ ടവലാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഇത് അയാൻ്റെ ഡ്രസ്സാണേ. അയാനൊരു ടീഷർട്ട്. ഷോ ഇതെല്ലാം പോയോ? ഷൂവായി. ഇത് അടന്നു പോയി ഗേസ്, നമ്മളവര് ചതിച്ചു. അല്ലോ ഇത് അടന്നു പോയിട്ടോ. ക്യൂ സിയും മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം അടന്നു പോയി. 6 മാത്രല്ലേനു, അല്ല K മാത്രല്ലേനു, വേറെ അക്ഷരങ്ങളും ഉണ്ടായിരുന്നു. അത് എനിക്കറിയില്ല, ഏത് 2 കൂടി ഉണ്ട്. ഇങ്ങനെ നീളത്തിനായിരുന്നു തോന്നുന്നുണ്ടായത്. അത് വീഡിയോയില് ഡ്രസ്സ് എടുക്കാൻ പോയ വീഡിയോയിൽ കാണും. അപ്പൊ ഇതാണ് അയാന്റെ ടീഷർട്ട്. ഇതെന്തായാലും വേഗം പോകും, അത് ഉറപ്പാണ്. നല്ല കഷ്ടമായിപ്പോയി. ഓക്കെ, നമ്മൾ എടുത്തു വെച്ചതിന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ ഇതാണ് ടീഷർട്ട് അയാന്റെ വരുന്നത്. 5 സ്ലീവ് ഒക്കെ ഉള്ള ടീഷർട്ടാണ് ഗൈസ്. അയാന് ഇത് ഇട്ടിട്ടൊക്കെ ഇൻഷാല്ലാ പെരുന്നാൾ കാണിക്കുന്നതാണ്. അയാന് ഷർട്ട് കുറെ നോക്കിട്ടോ, ഷർട്ടൊന്നും ഒരു ഇത് തോന്നില്ല. അപ്പൊ നമ്മൾ ഷർട്ട് എടുത്തില്ല, അത് പകരമായിട്ട് ടീഷർട്ട് എടുത്തു. പിന്നെ അതിന് പറ്റിയിട്ടുള്ള, അതേപോലെ അയാൾക്ക് അതിന് പറ്റിയിട്ടുള്ള ഒരു പാൻറ്, ലൈറ്റ് കളറിന് ഡാർക്ക് പാൻറ്. ഓക്കെ, ഇതാണ് അയാന്റെ പെരുന്നാൾ കോടി. പിന്നെ അതിന്റെ കൂടെ തന്നെ വേറൊരു ഡ്രസ്സ് കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ജീൻസ്. ഇത് അയാൻ എടുത്തിട്ടുള്ളൊരു ഷർട്ട്. ഓക്കെ, ഇത് 5 സ്ലീവ് അല്ല, ഹാഫ് സ്ലീവ് ആണേ. ഇതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഉസ്മാൻ എടുക്കുന്ന ഷർട്ടൊക്കെ ഇങ്ങനത്തെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഇതാണ്. അപ്പോൾ ഉസ്മാൻ ഇങ്ങനത്തെ ഷർട്ടൊക്കെ എടുക്കാം. അപ്പോൾ എനിക്ക് ഉസ്മാൻ എടുക്കുന്നത് പെട്ടെന്ന് ഓർമ്മ വന്നിട്ട്. അപ്പോൾ ഇതാണ് അയാന്റെ ഷർട്ട്. ഇത് അയാന്റെ പെരുന്നാൾ കോടിയാണ് കേട്ടോ, അല്ല പെരുന്നാളല്ല, ബർത്ത്ഡേന്റെ ഡ്രസ്സാണ് കേട്ടോ. അയാന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഓക്കെ, 23-ന് അയാന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അന്നത്തേക്ക് അയാൾക്ക് ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇതും. രണ്ടാമത്തെ ആളെ പേര് ഞാൻ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ആളെ പേര് എന്താ വെച്ചാൽ സിദാൻ എന്നാണ് കേട്ടോ. അയാൻ മുസാഫിർ, എൻ്റെ സിദാൻ മുസാഫിർ. മുസാഫിർ ആരാന്ന് വെച്ചാൽ ബാപ്പിയാണ്. ഇത്താത്തിന്റെ പേര് മോസിന എന്നാണ് കേട്ടോ. അപ്പോൾ സിദാൻ എന്നാണ് രണ്ടാമത്തെ ആളെ പേര്. അപ്പം അങ്ങനെ. അപ്പം മോനിക്ക് എടുത്ത ഡ്രസ്സ് കാണിക്കാം കേട്ടോ. മോനിക്ക് എടുത്ത ഡ്രസ്സ് 2 എടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പൊ അതുകൂടി കാണിക്കാം. അപ്പൊ ഫസ്റ്റ് വന്നിട്ട് അവന്റെ പെരുന്നാക്കൂടിയാണിത്. ഇത് എനിക്ക് നല്ലൊരു ഇഷ്ടമായി. എനിക്ക് ഇത്താതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. ഇതാണ് നല്ല രസമില്ല ടീഷർട്ട് കാണാൻ എനിക്ക് ഇഷ്ടമായി. ഇഷ്ടമായോ? അടിപൊളിയല്ലേ? ഓക്കെ. അപ്പൊ ഇത് അതിന്റെ കൂടെ അതിന്റെ പാന്റ് വന്നിട്ട് ട്രൗസർ ആട്ടോ. നമ്മള് ട്രൗസറും ബനിയനും എടുത്ത. മോനിക്ക് ഷർട്ടൊന്നും ഇടാനായില്ലല്ലോ. അപ്പൊ എന്താണ് ഷർട്ട് ഇടാനായോ? അല്ല ഭക്ഷണം ചിക്കല്ലേ. അപ്പൊ അതിന്റെ ട്രൗസർ. ഓക്കെ, ഇത് പിന്നെ വേറെ ഒന്നും കൂടി എടുത്തിട്ടുണ്ട്. അത് ഇതാ ഒരു മഞ്ഞ കുപ്പായം. മഞ്ഞ അല്ലെങ്കിലും ഇപ്പൊ എന്റെ ഒരു വീക്ക്നെസ് ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഒരു മഞ്ഞ കുപ്പായം. ഇത് കുറച്ച് വലുതായിട്ടോ എടുത്തിട്ടുള്ളത്. കാരണം മക്കളാണ്, വേഗം വളരും. അപ്പോൾ ഇതൊക്കെ ഒരു വേഗം ചെറുതാവും. ഒരു മാസം കൊണ്ട് എനിക്ക് ഇതൊക്കെ ചെറുതാവും. അപ്പൊ ഞാൻ പറഞ്ഞാൽ പിന്നെ ഒന്ന് വലുതെടുത്തോ ഒന്ന് ചെറുതും എടുത്തോ എന്നാണ്. അങ്ങനെ രണ്ടെണ്ണം ഇതാൻ. അപ്പൊ ഇതാണ് മൂപ്പര ഡ്രസ്സ്. ഇനി കാണിക്കാൻ വേണ്ടി പോണത് എന്റെ ഡ്രസ്സ് ഗൈസ്. ഓക്കെ. അതിനു മുന്നേ അത് ടവലാണ് കേട്ടോ. ഇത് ഉപ്പാക്ക് വാങ്ങിയ ടവലാണ്, വലിയ ടവല്. ഓക്കെ, വലിയ ടവല്. പിന്നെന്താ, ഇനി എന്റെ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടിട്ട് പോവാണേ. ഇതാണ് എന്റെ ഡ്രസ്സ്. ഞാൻ കോട്ടണിലാട്ടോ ഡ്രസ്സ് എടുത്തത്. കാരണം നല്ല ചൂടാണ്. കോട്ടനാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ കോട്ടണിലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് അതിന്റെ പാന്റ് വന്നിട്ട്. ഫസ്റ്റ് പാന്റാ കാണിക്കണേ. ഓക്കെ, ഇതാണ് പാന്റ് വന്നിട്ട്. ഞാൻ നല്ല ലൂസുള്ള പാന്റ് ആട്ടോ വാങ്ങിയത്. കാരണം എന്താ വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വലിയ അതിർപ്പത്തിൽ ഒരു ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു. പെരുന്നാളിന്റെ അന്നിട്ട് ഞാനും ഉസ്മാനും എനിക്ക് സ്വതവേ കാലിന് കുറച്ച് വെള്ളം കൂടുതലാണ് ഗൈസ്. അതുകൊണ്ട് എനിക്ക് പാൻറ്റൊക്കെ ഭയങ്കര എന്താ പറയുക ലൂസ് പാൻറ്റ് വേണം, ഇല്ലെങ്കിൽ പാൻറ്റിലേക്ക് കയറിപ്പോകും. അപ്പോൾ ഞാൻ എപ്പോഴും ഇതിനേക്കാളും കൂടുതൽ സൈസ് എക്സ്ട്രാ സൈസ് ആണ് എടുക്കല്. എനിക്ക് ശരിക്കും എക്സലിന് മതി. പക്ഷേ എങ്കിൽ പാൻറ്റിന് വലുപ്പം കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ഡബിൾ എക്സൽ എടുത്തു. ഇപ്പോൾ മൊത്തത്തിൽ പെയറായിട്ട് വരികയാണെങ്കിൽ ഞാൻ ഡബിൾ എക്സൽ എടുക്കും. അതിനിപ്പോൾ വെറും ടോപ്പ് ആണെങ്കിൽ എക്സൽ എടുക്കും. അങ്ങനെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ കുറെ പൈസ കൊടുത്ത് കഷ്ടപ്പെട്ട് വാങ്ങുമ്പോൾ അത് മര്യാദയ്ക്ക് ഇടാൻ കഴിഞ്ഞെങ്കിൽ അത് അതിനേക്കാളും വലിയ സങ്കടമാണ്. പാന്റ് വേറെ ടോപ്പ് വേറെ ഇടാൻ കഴിയില്ലല്ലോ. ഒന്നാമത് ഇങ്ങനെ സെറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് സെറ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഡബിൾ എക്സൽ എടുത്തു. എന്റെ സൈസ് ഡബിൾ എക്സൽ അല്ല, എക്സൽ ആണ്. പക്ഷെങ്കിൽ പാന്റിന് വലുപ്പം കിട്ടാൻ വേണ്ടി ഞാൻ ഡബിൾ എക്സൽ എടുത്തു. അപ്പൊ ഇതാണ് എന്റെ പെയിന്. പിന്നെ അതിന്റെ ഷോള് കാണിക്കും. ഷോള് വന്നിട്ട് ഇതാണ്. ഇപ്പത്തെ ട്രെൻഡിങ് ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അവിടെ ഫുൾ ഇതായിരുന്നു, ഇങ്ങനത്തെ ആയിരുന്നു ഉണ്ടായത് കേട്ടോ. അല്ല, അതാ ഞാൻ പറഞ്ഞ ട്രെൻഡിങ് ഇതാണോന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അതാണേ. അപ്പൊ ഇതാണ് അതിന്റെ ഷോള് വരുന്നത്. പ്രിന്റ് ആണ് കേട്ടോ. ഇപ്പൊ ഫുള്ള് ഇങ്ങനത്തെ പ്രിന്റ് ആണെന്നാ തോന്നുന്നു. ഓക്കെ, ഞാൻ കുറെ കഷ്ടപ്പെട്ട് കുറെ നേരം പിടിച്ചെടുത്ത ഡ്രസ്സാണ്. അതും കോമഡി എന്താ വെച്ചാൽ ഞാൻ എടുത്ത ഡ്രസ്സല്ല ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഞാൻ ഒരു ഡ്രസ്സ് എടുത്ത് അവിടെ നിന്ന് കാണുമ്പോൾ അവരെ ലൈറ്റിൽ കാണുമ്പോൾ അടിപൊളിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്ന് ഇട്ട് നോക്കിയപ്പോ നല്ല അണ്ടി ലുക്ക് ഉണ്ടായിരുന്നു. അതപ്പോ ഇത്താത്ത പറഞ്ഞു നീ വേഗം പോയി മാറ്റിക്കോ, കാരണം രസമില്ല, അവിടുന്ന് കണ്ട ഭംഗി ഇപ്പൊ തോന്നില്ല എന്നാണ്. അങ്ങനെ ഞാൻ പിന്നെ പോയി മാറ്റിയെടുത്ത ഡ്രസ്സാണ് കേട്ടോ. ഒരു എത്രയോ മണിക്കൂറുകളിൽ നിന്ന് ഞാനൊരു ഡ്രസ്സ് എടുത്തു. എന്നിട്ട് ഞാനിത് പോയി മാറ്റി ഈ ഡ്രസ്സ് എടുത്ത് വന്നു. ഇതാണ് അതിന്റെ ഷോള്. ഓക്കെ, ഇത് ഫുള്ളൊന്നും കാണിക്കുന്നില്ല. ഇത് ഞാൻ പെരുന്നാളിന് ഇട്ടിട്ട് കാണിക്കും. പിന്നെ എനിക്ക് പെരുന്നാളിന്റെ വ്ളോഗിലൊന്നും കാണിക്കേണ്ടാവില്ല. ഓക്കെ. പിന്നെ ഇതിന്റെ ടോപ്പ് വന്നിട്ട് ഇങ്ങനെ ഇതാണ് ഗൈസ് ടോപ്പ്. ഓക്കെ, ഇതാണ് ടോപ്പ്. പിന്നെ അവിടെ രണ്ട് കയറൊക്കെ വരുന്നുണ്ട് ഗൈസ്. അല്ല തുമ്മാൻ വരുന്നു. കട്ടെ കട്ടയില്ല, പോവാടുന്ന് തുമ്മ വന്നിട്ട് തുമ്മല് പോയി. ഓക്കെ. പിന്നെ ഇവിടെ രണ്ട് കയറൊക്കെ വരുന്നുണ്ട് കേട്ടോ അരന്റെ ഭാഗത്ത്. ഇത് ഡബിൾ എക്സൽ ആണ് കേസ്. ഇതാക്കണ്ടോ, വലിയ കുറച്ച് വലിയ സൈസ് നോക്കിയിട്ട് എടുത്താണ് കേട്ടോ. അപ്പൊ ഇതാണ്. എന്താ മേമനെ മുത്ത് വിളിക്കുന്നത്. ഡോർ ഒന്നെടുക്കൂ, കടന്നു വരൂ. വാലടിച്ചോളിയൂ. മേമന്റെ ഫസ്റ്റത്തെ മണിമുത്ത്. ഓക്കെ, മേമ വീഡിയോ എടുക്കാണ് അവിടെ നിന്നിട്ടോ. അതാ മേമനെ നോക്കിയേ, വീഡിയോയിൽ നോക്കിയേ. അപ്പൊ ഇതാണ് എന്റെ ഡ്രസ്സ് വന്നിട്ട് ഇതേപോലത്തെ പ്രിന്റ് വരുന്നത് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള വരുന്നത് കേട്ടോ. അങ്ങനെ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ആണ് ഇത്താത്തൊക്കെ എടുത്തത്. അങ്ങനെയല്ലേ ശരിക്കും പറയണ്ടേ. ഇത്താത്ത എടുത്ത ഡ്രസ്സിന്റെ ഞാനൊന്ന് പറയട്ടോ. ഓക്കെ, ഇത്താത്ത എടുത്തതിന്റെ കളർ ചേഞ്ച് ഞാൻ മാറ്റിയെടുത്തല്ലോ. അപ്പൊ എനിക്ക് അവിടെ ഒന്നുമില്ല, കാരണം എല്ലാം ഞാൻ നോക്കി കഴിഞ്ഞതാണ് കേട്ടോ. അപ്പൊ പിന്നെ മാറ്റിയെടുക്കണ ചോദിച്ചപ്പോ ഇത്താത്ത പറഞ്ഞു ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ.
മെമ്മന് വീഡിയോ എടുത്തിട്ടില്ല. ആപ്പന്റെ അടുത്ത് പോയി ഇരിക്കും. ഇവിടെ അല്ല, ആപ്പന്റെ അടുത്ത് മെമ്മന്റെ വീഡിയോ നോക്ക്. ആ അപ്പൊ ഇത്താത്ത പറഞ്ഞ് നീ വെറുതെ നേരം കളയണ്ട, എന്റെ ഡ്രസ്സിന്റെ കളർ ചേഞ്ച് എടുത്തോ, അത് നല്ല രസമുണ്ടാവും. അങ്ങനെ ഞാൻ പെട്ടെന്ന് മൈക്ക് ഓഫ് ആയി പോയിട്ടോ, അത് ഞാൻ അറിഞ്ഞില്ല കേസ്, ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അത് അറിഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ എടുത്തതാണ് ഞാൻ ഈ ഡ്രസ്സ്. ഇനി ഞാൻ ഇത്താത്തൻ്റെ ഡ്രസ്സ് കാണിക്കാം കേട്ടോ. ഇത്താത്തൻ്റെ ഡ്രസ്സ് വന്നിട്ട് ഇതാണ് യെല്ലോ. അവിടെ ഞാൻ കുറേ തിരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് അങ്ങോട്ട് ഒന്നും പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കൂല കേസ്. അങ്ങനെ അവസാനം ഇത്താത്തൻ്റെ ഡ്രസ്സിൻ്റെ കളർ ചേഞ്ച് എടുത്തിട്ടാട്ടോ ഞാൻ വന്നത്. പിന്നെ ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഏത് ഡ്രസ്സായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അതിലുള്ള ഒരു ഡ്രസ്സായിരുന്നു, ഒരു ബ്ലൂ ഡ്രസ്സായിരുന്നു ഞാൻ എടുത്തത്, കോട്ടണിൽ വരുന്നത്. പക്ഷേങ്കിൽ അതെനിക്കിവിടെ വന്നപ്പോൾ തീരെ ഒരു സുഖമില്ലാത്ത പോലെ തോന്നിയപ്പോൾ ഞാനത് കൊണ്ടുപോയിട്ട് വേഗം മാറ്റിയെടുക്കാട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇത്താത്തിൻ്റെ ഡ്രസ്സ്. അതിനിടയ്ക്ക് ഇതായാനതാ മേലെ കയറി ഇരിക്കുകയാണ് കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ കൊസാക്കളി കളിക്കാൻ വന്നതാണ്. കൊസാക്കളി മീൻസ് അലമ്പാക്കാൻ. ഓക്കെ, അങ്ങനെ അപ്പോൾ ഇതാണ് ഇത്താത്തിൻ്റെ ഡ്രസ്സ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്താത്തിൻ്റെത് യെല്ലോയിൽ ഗ്രീനാണ് വരുന്നത്, എൻ്റെ ഗ്രീനിൽ യെല്ലോ വരുന്നു. അങ്ങനെ ചെറിയൊരു മാറ്റമേ ഉള്ളൂ കേട്ടോ സംഭവം. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്താത്തൻ്റെ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അതേപോലെ തന്നെ ഇത്താത്തന്നെയാണ് ഉസ്മാനും ഇഷ്ടമായത്. അത് ഉസ്മാൻ ആ വീഡിയോയിൽ പറഞ്ഞു കേട്ടോ, ഈ വീഡിയോയിൽ പറഞ്ഞു കേട്ടോ, അതൊന്നും റെക്കോർഡായില്ല ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇനിയിപ്പോൾ ഇത് പറയണ്ട, അതുകൊണ്ട് നിങ്ങൾക്കും ഏതാ ഇഷ്ടമായത് നിങ്ങൾ പറയണ്ട, ഓക്കെ? എനിക്കറിയാം ഏതാണ് ഭംഗി എന്നുള്ളത്. പിന്നെ ഇപ്പം ഏതായാലും കുഴപ്പമില്ല, നമ്മൾ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് വിടുന്നു. നമ്മൾ രണ്ടാളുടെ ഇടയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചിടലുണ്ട്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പം എന്തായാലും ഇത്രയുള്ള വീഡിയോ. പിന്നെ ഇതിൽ ഉസ്മാന്റെ ഡ്രസ്സ് കാണിക്കാത്തത്, ആ സമയത്ത് ഉസ്മാൻ ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു. ഉസ്മാൻ പിന്നെ മലപ്പുറത്ത് നിന്നാണ് ഡ്രസ്സ് എടുക്കുക. അപ്പം എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് പെരുന്നാളിന് വ്ളോഗായിട്ട് ഇടാട്ടോ എല്ലാവർക്കും. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.